ആദിൽ പാലോട്, വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഇനി സാൻ ഫെർണാണ്ടോ എത്തിച്ചേരുന്നതിനായുള്ള കാത്തിരിപ്പാണ്. എപ്പോഴായിരിക്കും കപ്പൽ എത്തിച്ചേരുക പുറംകടലിലേക്ക്? എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? ഇന്ന് രാത്രിയോടെ തന്നെ സാൻ ഫെർണാണ്ടോ, ചൈനയിൽ നിന്നുള്ള ചരക്ക് കപ്പൽ, കൂറ്റൻ ചരക്ക് കപ്പലാണ്, 350 മീറ്റർ നീളമുള്ള ചരക്ക് കപ്പൽ എത്തുന്നതാണ്. നാളെ രാവിലെ 7:30 പുറം കടലിൽ നിന്ന് നമുക്ക് ഈ ക്രെയിനുകൾ കാണാം. നമ്മൾ വിഴിഞ്ഞത്താണുള്ളത്. ക്രെയിനുകളുടെ ദൃശ്യങ്ങൾ കാണാം. കൂറ്റൻ ക്രെയിനുകൾ, യാർഡ് ക്രെയിനുകളാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിനേക്കാൾ ഇരട്ടിയോ അതിലേറെയോ വലിപ്പമുണ്ട് ഇതിന് എന്നുള്ളതാണ്. നമ്മൾ അടുത്തു നിന്ന് കാണുമ്പോഴാണ് അനുഭവം സാധ്യമാകുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ പുറം കടലിൽ ചൈനയിൽ നിന്നുള്ള കപ്പൽ എത്തുന്നു. മെഴ്സ്ക് എന്ന് പറയുന്ന ലോകത്ത് തന്നെ രണ്ടാമത്തെ വലിയ കമ്പനിയുടെ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോ 2000-ലധികം കണ്ടെയ്നറുകളുമായാണ് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. നാളെ രാവിലെ 7:30 അവിടെ നിന്നും പുറം കടലിൽ നിന്നും ഇങ്ങോട്ടുള്ള യാത്ര തിരിക്കും. 1-1.5 മണിക്കൂറുകൾക്ക് ശേഷം 8:30 അല്ലെങ്കിൽ 9 മണി, അതിനോട് കാലാവസ്ഥ അനുകൂലമെങ്കിൽ ആ സമയത്ത് തന്നെ ബെർത്തിൽ അടുപ്പിക്കും. 1960 കണ്ടെയ്നറുകളാണ് ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് ഇറക്കുക. അതിനുശേഷം തൊട്ടു പിന്നാലെ നാളെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങും. മറ്റന്നാളാണ് ഈ ഔദ്യോഗിക സ്വീകരണ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയാണ് സ്വീകരിക്കുക. മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളും പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 10:30 ഔദ്യോഗിക സ്വീകരണം കപ്പലിനൊരുക്കും. അതിനുശേഷം അന്ന് വൈകുന്നേരത്തോട് തന്നെ ഈ കപ്പൽ പുറപ്പെട്ട് മറ്റ് ഫീഡർ കപ്പലുകൾ, അതും കൂറ്റൻ കപ്പലുകളാണ്, ഫീഡർ കപ്പലുകൾ എത്തി ചരക്ക് കൊണ്ടുവന്ന കണ്ടെയ്നറുകൾ 1960 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്നത് ആ കപ്പലുകളിലേക്ക് തിരിച്ചു കയറ്റി മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ സൗകര്യങ്ങൾ ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുറമുഖ മന്ത്രി തന്നെ നേരിട്ടെത്തി സ്ഥലം സന്ദർശിക്കുകയായിരുന്നു. ഇവിടെ വലിയ സാധ്യതയാണ് ഇപ്പോഴുള്ളത്. പ്രധാനമായും സൂയിസ് കനാലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിംഗപ്പൂർ, കൊളംബോ കപ്പൽ ഈ തുറമുഖങ്ങളിൽ ചെറിയ കഞ്ചഷനുണ്ട്, തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി പ്രയോജനപ്പെടുത്താൻ വിഴിഞ്ഞത്തിനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലുള്ളൊരു സൗകര്യവും സാധ്യത കൂടി തുറന്നു കിടക്കുന്നു. വിഴിഞ്ഞത്തെ കാറ്റിനും തിരകൾക്കും ഒക്കെ കൂട്ടായി ഇനി കപ്പലുകളുടെ ഇരമ്പലുകളും അവിടെ എത്താൻ പോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്കാണ് ആതിഥ്യം അരുളുന്നതിന് വിഴിഞ്ഞം തയ്യാറെടുക്കുന്നത്. അതിപ്പോൾ സൂചിപ്പിച്ചതുപോലെ നാളെ പുലർച്ചെ, അതായത് വ്യാഴാഴ്ച പുലർച്ചെ 12:30 ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് കമ്പനികളിൽ ഒന്നാണ് മെർസ്ക് ലൈൻ. ആ മെർസ്ക് ലൈനിന്റെ സാൻ ഫെർണാണ്ടോ ആണ് നങ്കൂരമിടുന്നത്. ഈ കപ്പലിനെ കുറിച്ച് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 300 മീറ്റർ നീളം, 48 മീറ്റർ വീതി. ചൈനയിലെ ഷിയാമെൻ തുറമുഖത്ത് നിന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച പുറപ്പെട്ടതാണ്. ഈ കപ്പലെത്തുമ്പോൾ അത് കാണുന്നതിനെ അതിൻ്റെ ഒരു ആകാംക്ഷയോട് കൂടിയൊക്കെ ആളുകളും എത്തിച്ചേരുമല്ലോ. എങ്ങനെയൊക്കെ ആയിരിക്കും പരിപാടികൾ? പരിപാടി പൊതുജനങ്ങൾക്ക് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് അകത്തേക്ക് ക്ഷണമുണ്ട്. വേണമെങ്കിൽ അകത്തേക്ക് കയറി ഇവിടെ പരിപാടി വീക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. വലിയ കൂറ്റൻ പന്തലുകൾ ഒരു വശത്തായി കെട്ടുന്നുണ്ട്. അവിടെ തന്നെ 7000 പേർക്ക് ഇരിക്കാവുന്ന പന്തലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു 10,000 പേരെയാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയൊരു ആഘോഷമാക്കി തന്നെ ഈ പരിപാടിയെ മാറ്റുകയാണ് എന്നുള്ളതാണ് സർക്കാരും അദാനി പോർട്സും. അദാനി പോർട്സിൻ്റെ തന്നെ അദാനി പോർട്സ് CEO കരൺ അദാനി നേരിട്ട് എത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. വലിയ ആഘോഷമാക്കി തന്നെ മാറ്റുന്നു. മലയാളികളുടെ ചിരകാല സ്വപ്നം പൂവണിയുന്ന നിമിഷങ്ങൾ അത് തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. നാളെ രാവിലെ 8:30 ബെർത്തിലേക്ക് ഈ തുറമുഖത്തേക്ക് വിഴിഞ്ഞം തുറമുഖത്തിലെ ബെർത്തിലേക്ക് സാൻ ഫെർണാണ്ടോ എത്തും എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഉണ്ടാവുക. അതിനുശേഷം 1960 കണ്ടെയ്നറുകൾ ഇവിടേക്ക് ഇറക്കും. പിന്നീട് ഫീഡർ കപ്പലുകളെത്തും. ഇത് കഴിഞ്ഞാൽ ഈ മാസം തന്നെ മെഡിറ്ററേനിയൻ കമ്പനിയായ MSCയുടെ കൂറ്റൻ കപ്പൽ, ഇതിനേക്കാൾ വലിയ 400 മീറ്റർ നീളമുള്ള പടുകൂറ്റൻ കപ്പലും എത്തുന്നു എന്നുള്ളതാണ്. 2 മാസക്കാലം ഇങ്ങനെ ട്രയൽ റൺ നടക്കും. ഈ കാണുന്ന യാർഡ് ക്രെയിനുകൾ നമ്മൾ പറഞ്ഞു വളരെ വലുതാണ്. ഈ യാർഡ് ക്രെയിനുകൾ ഓട്ടോമാറ്റിക് സംവിധാനമുള്ളതാണ്. സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് ഈ തുറമുഖമാകെ പ്രവർത്തിക്കുക. ആ നിലയിലുള്ള സൗകര്യങ്ങൾ, അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്ത് ഓട്ടോമേറ്റഡ് ക്രെയിനുകളാണ്. ആ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ ഉപയോഗിച്ചാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കുക. നാളെ രാവിലെയാണ് വാട്ടർ സല്യൂട്ട് നൽകുക. രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും ടഗ്, ഒപ്പം സർവേ വെസൽ, ഇതിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി സഹായത്തോടുകൂടി വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ട് ബെർത്തിലേക്ക് ഈ
ഔട്ടർ പോയിന്റിൽ നിന്ന് കപ്പൽ കൊണ്ടുവരിക. അങ്ങനെ നാളെ മുതൽ തന്നെ ഈ കാഴ്ചയുടെ ഈ സവിശേഷതകളുടെയൊക്കെ ഒരു മിഴി തുറക്കൽ ഉണ്ടാകുന്നു എന്ന് തന്നെ കരുതാം അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം 7:30-ക്ക് പുറം കടലിൽ നിന്നും ബെർത്തിലേക്കുള്ള യാത്ര അത് ടഗ്ഗുകൾ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ കപ്പലിൻ്റെ തുറമുഖത്തേക്ക് അടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഓടിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പുറം കടലിൽ അത് ന്യൂട്രൽ ആക്കി പിന്നീട് ടഗ്ഗുകൾ ഉപയോഗിച്ച് തള്ളി ഈ ബെർത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ എടുത്തേക്കും. അതുകൊണ്ടാണ് 8:30-യോ 9:00 അതിനിടയിൽ തന്നെ കാലാവസ്ഥ അനുകൂലമെങ്കിൽ ബെർത്തിൽ സാൻ ഫെർണാണ്ടോ ഈ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്ത് അടുപ്പിക്കും എന്ന് തന്നെ കാത്തിരിക്കുകയാണ്. നമ്മൾ 12:30 കൂടി എത്തുന്നു. അതിനുശേഷം നാളെ രാവിലെ വാട്ടർ സല്യൂട്ട്, അത് കഴിഞ്ഞ മറ്റന്നാൾ സ്വീകരണം, അതിനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞത്ത് നിന്നാണ് ആദിൽ പാലോട് വിവരങ്ങൾ നൽകിയത്.